അനധികൃതമായി കുടിയേറി പാർത്തവർക്കെതിരെ കോൺഗ്രസ് പാർട്ടി ബുൾഡോസർ രാജ് നടപടി സ്വീകരിച്ചതിൽ കടുത്ത വിമർശനങ്ങളാണ് നേരിടുന്നത്. കേരളത്തിൽ നിന്നും ഇടതു മുന്നണി അടക്കം വിമർശനം ഉന്നയിച്ചു. സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയം ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും നടപ്പിലാക്കുകയാണ് എന്ന ആക്ഷേപമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചത്. എന്നാൽ ഇത്തരത്തിൽ കുടിയേറി പാർക്കുന്നവർ അനധികൃതമായി തന്നെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി താമസിക്കുന്നവർ ആണെന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല. രാജ്യ സുരക്ഷയെ മുൻനിർത്തിയാണ് സർക്കാരുകൾ ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. എന്നാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആവശ്യകത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോധം മറ്റു സർക്കാരുകൾക്ക് ഇല്ല എന്ന വിമർശനമടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ കർണാടകയിലെ ബംഗളൂരുവിൽ നടത്തിയ വൻതോതിലുള്ള കുടിയൊഴിപ്പിക്കൽ ആ നടപടിയിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് AICC. അതുപോലെ തന്നെ നഗരസഭയിലെ 200ഓളം വീടുകൾ തകർക്കുകയും നൂറുകണക്കിന് ആളുകളെ കുടിയൊഴിപ്പിക്കുകയും ചെയ്ത നടപടിക്കെതിരെ വൻ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ നടപടികൾ പുറത്തുവരുന്നത്. മാത്രമല്ല, ഇതിനു മുൻപും കോൺഗ്രസ് പാർട്ടി കുടിയൊഴിപ്പിക്കൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള ആക്ഷേപം അത് മോദി സർക്കാരിന്റെ കാലത്ത് മാത്രമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കുടിയൊഴിപ്പിക്കൽ അല്ലെങ്കിൽ ബുൾഡോസർ രാജ് നടപടി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇവർ ആക്ഷേപമായി ഉയർത്തുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP സർക്കാർ നടത്തിവരുന്ന ബുൾഡോസർ രാജ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സാധാരണവൽക്കരിക്കുകയാണ് എന്നതാണ് കേരളത്തിലെ ഇടതു മുന്നണി നേതാക്കൾ ആരോപിച്ചത്. സംഭവത്തിൽ കർണാടക സർക്കാരിന്റെ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയം ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും നടപ്പിലാക്കുന്നു എന്നതാണ് അദ്ദേഹം എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഭരണകൂടം ഭയപ്പെടുത്തിയും ഭരിക്കുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങൾ മാനുഷിക അന്തസ്സിനും ആദ്യ ഇരകളായി തന്നെ മാറുമെന്നതാണ് പറയുന്നത്. ഡിസംബർ 22 പുലർച്ചെ തന്നെ 4 മണിക്കാണ് ആ ഗ്രാമങ്ങളിൽ വലിയ രീതിയിലുള്ള അവിടെ കുടിയൊഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചത്. ബംഗളൂരുവിലെ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ 150ഓളം പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവിടെ വിന്യസിപ്പിച്ചുകൊണ്ടാണ് വീടുകൾ തകർത്തതും. സർക്കാർ ഭൂമിയിലെ അനധികൃത നിർമ്മാണങ്ങളായിരുന്നു അവിടെ നിന്നും പൊളിച്ച് നീക്കം ചെയ്യപ്പെട്ടത്. എന്നാൽ തങ്ങൾക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകിയിട്ടില്ല എന്നും ബലം പ്രയോഗത്തിലൂടെ തന്നെയാണ് തങ്ങളെ ഒഴിപ്പിച്ചതെന്നായിരുന്നു താമസക്കാർ പരാതിപ്പെട്ടത്. അവിടെ ഒഴിപ്പിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും കുടിയേറ്റ മുസ്ലിം തൊഴിലാളികളാണ്. 30 വർഷമായി തന്നെ ഇവിടെയാണ് താമസിക്കുന്നതെന്നും ആധാർ കാർഡും വോട്ടർ ID ഉൾപ്പെടെയുള്ള രേഖകൾ കൈവശമുണ്ട് എന്നതാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നാൽ രേഖകളോ സാധനങ്ങളോ എടുക്കാൻ പോലും സമയം നൽകാതെയാണ് വീടുകൾ തകർത്തതെന്നും ആളുകൾ ആരോപിക്കുന്നുണ്ട്. നടപടിക്കെതിരെ റവന്യൂ മന്ത്രി കൃഷ്ണ ഗൌഡയുടെ വസതിക്ക് മുന്നിൽ അടക്കം തന്നെ കനത്ത പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം സംഭവത്തിൽ വിമർശനങ്ങൾ തള്ളിക്കൊണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ രംഗത്ത് വന്നു. സർക്കാർ ബുൾഡോസർ രാജ് നടപടി എടുക്കുകയല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഭൂമി മാഫിയകൾ ചേരികളായി തന്നെ മാറ്റാൻ ശ്രമിച്ച മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിന് നേരെയായിരുന്നു തങ്ങൾ കുടിയൊഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചതെന്ന വാദമായിരുന്നു അദ്ദേഹം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.